ഓം വിഘ്നേശ്വരായ നമഃ. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടത്തിരുവാതിര മഹോത്സവം ഏപ്രിൽ 22 ആരംഭിച്ച് മെയ് 2 ബ്രഹ്മാണ്ഡ ഘോഷയാത്രയോടുകൂടി കൊടിയിറങ്ങുകയാണ്. ഇപ്രാവശ്യം എല്ലാം കഴിഞ്ഞ 2 പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം സ്റ്റേജിൽ നല്ല പ്രോഗ്രാമുകളാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു പരിമിതിയുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 10 മണിക്ക് മൈക്ക് സാങ്ഷൻ തീരും എന്നുള്ളത് കൊണ്ട് നമ്മളുടെ പരിപാടിയെല്ലാം ഇപ്രാവശ്യം 8 മണിക്ക് ആരംഭിച്ച് 10 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. വിശ്വവിഖ്യാതമായ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 2025 മേടത്തിരുവാതിര മഹോത്സവം ഈ മാസം, അതായത് ഏപ്രിൽ 22 കൊടിയേറി മെയ് 2 തൃക്കൊടിയിറക്കോടുകൂടി അവസാനിക്കുകയാണ്. ഈ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവം ലോകമെമ്പാടുമുള്ള ആളുകൾ ഇൻ്റർനെറ്റ് വഴിയായാലും ഫേസ്ബുക്ക് വഴിയായാലും വാട്സപ്പ് വഴിയായാലും എല്ലാവരും കോടിക്കണക്കിന് ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ആകാംക്ഷഭരിതരായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. മഹാഗണപതിയുടെ തിരു ഉത്സവം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് 3ാമത്തെ പ്രാവശ്യമാണ് ഈ ഉപദേശ സമിതി ഈ തിരുവുത്സവം നടത്താനുള്ള ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നത്. ഓരോ വർഷവും മുമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിലും അതിഗംഭീരമായി അടുത്ത വർഷം നടത്താനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ നടത്തണം. ഈ ഹൈക്കോടതിയിലെ ചില ഉത്തരവ് പ്രകാരം ചില റെസ്ട്രിക്ഷൻസ്, ആന എഴുന്നള്ളിപ്പായാലും മറ്റ് മൈക്ക് ഉപയോഗിക്കുന്നതായാലും മറ്റുള്ള ചില റെസ്ട്രിക്ഷനിലുള്ള ചില ചുരുക്കം ചില പരിപാടികളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രധാന സ്റ്റേജിൽ, ക്ഷേത്ര കോമ്പൗണ്ടിനകത്തുള്ള സ്റ്റേജിലും പുറത്തുള്ള വലിയ സ്റ്റേജ് അതിലും ഏതാണ്ട് 200-ൽ പരം പരിപാടികൾ അരങ്ങേറ്റം ഉൾപ്പെടെ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെയാണ് അരങ്ങേറുന്നത്. അതിൽ സ്പോൺസേഴ്സ്, അതായത് 10 ദിവസത്തെ കലാപരിപാടികൾ വൈകിട്ട് അവതരിപ്പിക്കുന്ന സ്പോൺസർമാരാണ്. അതിൽ ഏറ്റവും മെഗാ പരിപാടികൾ, ഗാനമേള ഉൾപ്പെടെയുള്ള മെഗാ പരിപാടികൾ ഉണ്ട്. ഉപദേശ സമിതി ഒരു ദിവസം മൊത്തം നടത്തുന്നുണ്ട്. അന്ന് കഥകളി ഉൾപ്പെടെയുള്ള മറ്റ് പരിപാടികളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ പ്രതീക്ഷയോടെ ഈ ഭക്തജനങ്ങൾ നോക്കിക്കാണുന്ന പരിപാടിക്ക് യാതൊരു വിഘ്നവും വരാത്ത രീതിയിൽ നടത്തുന്നതാണ്. ഈ പറയുന്ന 11 ദിവസത്തെ ഉത്സവത്തിന് എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള അന്നദാനം, മഹാ അന്നദാനം, ആയിരക്കണക്കിന് ആളുകൾക്ക് മഹാ അന്നദാനം പ്രത്യേക പന്തലിട്ട് ഇരുത്തി അന്നദാനം, ഭക്ഷണം, മേശയും കസേരയും എല്ലാം ഇട്ട് ഇരുത്തിയാണ് ഞങ്ങൾ ഉത്സവത്തിന് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വളരെ ചാതയാർത്ഥ്യമുണ്ട്. ഈ പറയുന്ന ചാനലുകളിലൂടെയും മറ്റ് ന്യൂസ് പേപ്പറുകളിലൂടെയുള്ള പരസ്യം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബൃഹത്താണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഈ നാട്ടുകാരുടെയും ഉപദേശ സമിതി ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ അതിഗംഭീരമായി ഈ പരിപാടികളിലൂടെ അവതരിപ്പിക്കും. യാതൊരു സംശയമില്ല. ഓം വിഘ്നേശ്വരായ, ഓം നമഃശിവായ. 2025 മേടത്തിരുവാതിര മഹോത്സവം നടത്താൻ കൂടി ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് ഈ കമ്മിറ്റിക്ക്. 3ാമതൊരു ഉത്സവം കൂടി നടത്തുവാനുള്ള ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ക്ഷേത്രത്തിൻ്റെ ഒരാചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കോട്ടം വരാത്ത രീതിയിലായിരിക്കും ഞങ്ങൾ ഇത്തവണയും ഈ ഉത്സവം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വേണം. 2 സ്റ്റേജുകളിലായിട്ട് നിരവധി പരിപാടികളാണ് കുട്ടികളുടെ അരങ്ങേറ്റം ഉൾപ്പെടെ നിരവധി പരിപാടികളായിരിക്കും ഈ 11 ദിവസം അരങ്ങേറുക. ഇത്തവണ ഒരുപാട് അപേക്ഷകൾ നമുക്ക് വന്നതിനാൽ എല്ലാ ആളുകളെയും പരിഗണിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ പരിപാടി കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്കായിട്ട് വിഷുവിന് ഒരു ദിവസം പകൽ ഫുള്ള് നമ്മളിവിടെ സ്റ്റേജിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്ന് ഉത്സവത്തിന് നൽകാൻ പറ്റാത്ത ആളുകൾക്ക് എല്ലാവർക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേജിൽ നിരവധി പ്രോഗ്രാമുകളുണ്ടായിരിക്കും. വിഷുവിന് അതോടൊപ്പം അന്നദാനം ഉണ്ടായിരിക്കും. ഉത്സവം ഈ മുൻ വർഷങ്ങളിൽ 2 വർഷം ഉത്സവം ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് മേടത്തിരുവാതിര മഹോത്സവം ഞങ്ങൾ ആഘോഷിച്ചതും അതിന് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. തുടർന്നും ഈ ഉത്സവത്തിൻ്റെ നടത്തിപ്പിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഉത്സവം വൻ വിജയമായി തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓം നമഃശിവായ, ഓം വിഘ്നേശ്വരായ നമ. ഇത്തവണത്തെ മേടത്തിരുവാതിര മഹോത്സവം പറഞ്ഞതുപോലെ 22 കൊടിയേറി മെയ് 2 അവസാനിക്കുകയാണ്.
പക്ഷേ ഇത്തവണത്തെ വൈദ്യുത ദീപാലങ്കാരം വളരെ ഭംഗിയായി ചെയ്യണമെന്നാണ് ഈ കമ്മിറ്റിയുടെ ആഗ്രഹം. അതുപ്രകാരമുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യുത ദീപാലങ്കാരം കാണാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഉത്സവ പരിപാടികളും വളരെ മെച്ചപ്പെട്ട പരിപാടികളാണ് ഇത്തവണ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഘോഷയാത്രയ്ക്ക് ആനയെ എഴുന്നള്ളിക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അതിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാ പരിപാടികളും നല്ല രീതിയിൽ നടത്താനാണ് ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. അതുപോലെ വിഷുവിന് ഫുൾ ടൈം പരിപാടിയാണ്. രാത്രി 10 മണി വരെയുള്ള പരിപാടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓം വിഘ്നേശ്വരായ നമ. മേട തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ ഉത്സവം ആഘോഷിക്കുവാനായിട്ട് ഈ ഉപദേശക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നല്ല രീതിയിൽ ഉത്സവം നടത്തിത്തരുവാൻ ഭക്തജനങ്ങളും നാട്ടുകാരും എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ച് ഉത്സവം നല്ല രീതിയിൽ നടത്തണമെന്ന്. നമ്മുടെ ഈ ഉത്സവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭഗവാന്റെ തിരുത്സവമാണ്. ഈ പുറത്തെ പരിപാടികളിലുപരി താന്ത്രിക വിധി പ്രകാരമുള്ള അകത്തെ സകല പരിപാടികളും ഒന്നുപോലും മാറ്റം വരുത്താതെ അതിഗംഭീരമായി താന്ത്രികൻ്റെ, അതായത് തന്ത്രിയുടെ എല്ലാ അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഒരൊറ്റ പരിപാടികൾ, ഉത്സവവേലിയായാലും ശരി, ശ്രീവേലിയായാലും എല്ലാം തൃക്കൊടിയേറ്റ് മുതൽ കൊടിയിറക്ക് വരെയുള്ള സകല കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് വരെ, ഞങ്ങൾ ഈ 3 കൊല്ലം അങ്ങനെ കാര്യമാണ്, ഇപ്പോഴും ഈ ഉത്സവത്തിനും യാതൊരു താന്ത്രിക വിധിപ്രകാരം യാതൊരു മാറ്റവും വരുത്താതെയാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്